കാര്യം ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് മലയാളം അറിയാം, നിങ്ങൾക്ക് വേറൊരു ഭാഷയുണ്ട് അല്ലേ? ഗംഭീരം. അത് നിങ്ങൾ കൈയടി ആദ്യം തരുന്നത്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീയുടെ ഒരു ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു 3 ദിവസത്തെ സഹവാസ ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വിദ്യാഭ്യാസം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരാളിലുള്ള അദ്ദേഹത്തിൻ്റെ സർഗാപരമായിട്ടുള്ള, കലാപരമായിട്ടുള്ള, കായികപരമായിട്ടുള്ള എല്ലാ വാസനകളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വളരെ ചിട്ടയായി, കൃത്യമായി, കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ മാതൃകാപരമായ ഒരു സമൂഹ ജീവിയാക്കുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. സാധാരണ രീതിയിൽ പട്ടികവർഗ മേഖലയിലുള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരുടെ ആർട്ട്, അവരുടെ കൾച്ചർ, അവരുടെ ആ ഒരു ലാംഗ്വേജ്, ഇതെല്ലാത്തിനെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു 3 ദിവസത്തെ ഒരു സഹവാസ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് ഈ കുട്ടികൾ കലയുടെ കാര്യത്തിൽ. യുണീക്കായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരുപാട് സ്റ്റെപ്പുകൾ, ഇപ്പോൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള സ്റ്റെപ്പുകൾ എപ്പോഴും അവർ ഫോം ചെയ്യും. ഈവൺ അവരുടെ എഴുത്തുകളിൽ, ആ വാസനകളിൽ, രചനകളിൽ, അവരുടെ പാട്ടുകൾ, അവരുടെ താളത്തിൽ പോലും യുണീക്കായിട്ട് അവരുടേതായിട്ട് ഓരോ ആളുകൾക്കും ഇത് എൻ്റേതാണെന്ന് അഭിമാനത്തോടു കൂടി പറയാവുന്ന രീതിയിലുള്ള മാറ്റം അവരിൽ നമ്മൾ കൃത്യമായി ശരിക്കും പ്രകടമാവുന്നുണ്ട്. നമ്മളിത് തുടങ്ങുന്ന സമയത്ത്, കുട്ടികൾ ഇവിടെ വരുന്ന സമയത്ത് ഇവർക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്തിനാണ് വരുന്നത്. 3 ദിവസത്തെ ക്യാമ്പുണ്ട്, ആ ഒരു ഐഡിയയിലാണ് ഇവർ പല ആളുകളും ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്ന് ഈ ഒരു 2 ദിവസം ആയപ്പോഴേക്കും തന്നെ ഇവരുടെ ഒരു കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു ക്യാമ്പിലേക്കും, അതോടൊപ്പം തന്നെ അവരുടെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ കുറിച്ചുള്ള അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അവരുടെ ഭാഷയാണെങ്കിലും അവരുടെ കൾച്ചറാണെന്നുണ്ടെങ്കിലും അവരുടെ ആർട്ടാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു ക്യാമ്പിൻ്റെ ഈ ഒരു സമയം വരെ നമുക്കിവിടെ ആ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ക്യാമ്പ് കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാം വ്യത്യസ്തരല്ലേ, ആ വ്യത്യാസത്തോടു കൂടി നിലനിർത്തുന്നതല്ലേ നല്ലത്. നമുക്ക് വ്യത്യാസം ഉണ്ടെന്ന്, ആ വ്യത്യാസമായിട്ട് നിൽക്കുമ്പോൾ വ്യത്യാസമുള്ളതുണ്ടെന്ന് ആൾക്കാർ കാണുന്നു. അതല്ലേ നിങ്ങൾ പറഞ്ഞു, വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിലുണ്ട്. ഭാഷ സംസാരിക്കാനുള്ള മടി തുടങ്ങുന്നത് തന്നെ അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഭാഷയിൽ സംസാരിക്കാൻ. അപ്പോൾ ഒത്തിരി കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഞാൻ ആ ഭാഷ സംസാരിക്കാറില്ല എന്ന്, അല്ലേ? അത് വെറുതെ അല്ലേ? നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ? മറ്റുള്ളവരോട്, കോളനിയിലുള്ള ആളുകളോട് അവർ ആ ഭാഷ സംസാരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അതിനുള്ള മറുപടി പറയുകയും ചെയ്യും. പുറത്തു പോയി പറയാൻ അവർക്ക് തന്നെ ആ ഭാഷയോട് മടിയാണ്. അതുകൊണ്ടാണ് അവർ ആ ഭാഷ പഠിക്കാതെ വരുന്നത്. എനിക്കും ശരിക്കും വ്യക്തമായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ ഭാഷ പൂർണ്ണമായിട്ട് ഒരുവിധമൊക്കെ പറയാൻ അറിയുള്ളൂ. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ ഞാനും കൂടി ഇവരുടെ കൂടെ വന്നപ്പോൾ എനിക്കും കുറേ കൂടി പറയാനിപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്നാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. ദിവസത്തിൽ നിന്ന്
നിന്ന് പിരിഞ്ഞു പോകണമല്ലോ, ഒരു 5 ദിവസത്തെ ക്യാമ്പ് ആക്കായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് കുട്ടികൾ നല്ല പങ്കെടുത്ത ക്യാമ്പ് ഇത് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഏത് കാര്യം ഏറ്റെടുത്ത് ചെയ്യാനുള്ള തൻ്റെ ഇടവും കഴിവും എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഈ ക്യാമ്പോടുകൂടി എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ക്യാമ്പുകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും കുറച്ച് കുട്ടികളും കൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. കുറേ കുട്ടികൾക്കുള്ള അവസരം കൂടെ കൊടുക്കണം. കുറേ ഭാഷകൾ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മുന്നൊരുക്കമായി അത് തുറന്നു കൊണ്ടുപോകാനുള്ള സാഹചര്യം സഹായം ഞങ്ങൾക്ക് എത്തിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതേപോലെ ക്യാമറ ഇതുവരെ കിട്ടില്ല. ആദ്യ ദിവസം തന്നെ വന്നപ്പോ ഇഷ്ടപ്പെട്ടിക്കണേ. ഇനിയും ഇങ്ങനെ ക്യാമ്പൊക്കെ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ കഴിഞ്ഞിക്കണേ. ഇങ്ങനെ ചിത്രം വരയ്ക്കാനും പിന്നെ നമ്മളെ കാലത്തെ കുറിച്ചൊക്കെ ഇത് പഠിച്ചിരുന്നു. എനിക്കിതൊന്നും അറിയില്ല. ഇവിടെ വന്നിട്ടാണ് ഞങ്ങളെ ഭാഷ തന്നെ ഞാൻ പഠിച്ചത്. വേറെ വേറെ ഭാഷകൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാനിതേച്ചുള്ള ക്യാമ്പിലൊന്നും പങ്കെടുത്തില്ല. എനിക്ക് ഒറ്റയിൽ നിന്ന് പഠിപ്പില്ല. ഞാൻ ഭയങ്കര അഞ്ചിക്കാണ്. ആദ്യമായിട്ട് ഞാനിങ്ങനെ പെയിൻ്റൊക്കെ കൊടുത്ത് വരയ്ക്കുന്നത്. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാന്നെ എങ്ക ഗോത്രവർഗാനത്തിലുള്ള ഇതെല്ലാം എങ്ക കുട്ടുമാടി കുറേ ചിത്രം വരച്ചത് വളരെ രസമാണ്. ചിത്രം വരച്ചത് ആ എന്ത് കളർക്കും തന്നെ പല കളറും മാടല്. ഡാൻസും പാട്ടും കുറേ ഗെയിമുകളെല്ലാം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ക്യാമ്പിന് നല്ല ഉപദേശങ്ങളും കിട്ടി, പല കളികളൊക്കെ കിട്ടി. ഈ 3 ദിവസം ക്യാമ്പിൽ കിട്ടിയത് എന്താളും മുന്നിൽ നിവർന്ന് നിന്ന് കയറ്റി മാറുന്നോളി സംസാരിച്ചില്ല. ഈ ക്യാമ്പിലാണ് പങ്കെടുപ്പിനെ പറ്റുന്ന ഭയങ്കര സന്തോഷമാണ്. ഇനി ഇതേപോലെ ഇവിടെ ഒരു ക്യാമ്പ് വെക്കണം എന്ന് പറയുന്നത്. ഇനിയും ഇതേപോലുള്ള ക്യാമ്പ് വെക്കുന്നത് എന്നുള്ള ആഗ്രഹമുണ്ട്. ഇനി ക്യാമ്പിൻ്റെ ആവശ്യമാണ് നല്ല കരക്ക്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വരാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോകാനും താല്പര്യമില്ല. ഇതുവരെ ഞാൻ ആരുടെ മുന്നിലും ഇതേപോലെ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഞാൻ സംസാരിക്കാനൊക്കെ പഠിച്ചു. കല്ലിട്ടില്ല എങ്ക വാക്കിട്ടത് അതുകൊണ്ട് ആകെ പക്കിനും തടിപ്പിലാകാം. പക്കൻ്റെ പറഞ്ഞില്ല. കുറേ പഠിക്കാൻ പറ്റി. ഞങ്ങൾക്ക് കഴിയാത്തതൊക്കെ ചെയ്യാൻ പറ്റി. ഞങ്ങളെ ആദിവാസികളുടെ ഓരോരുത് വീടുകൾ ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. നല്ലപോലെ കളിക്കാൻ പറ്റി. പാട്ട് പഠിച്ചു. 3 ദിവസം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഇനി ഇതുപോലത്തെ ക്യാമ്പ് വന്നാൽ പോണോ? എന്തിനാ? ഇനി ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ. പഠിച്ചിട്ട് ഇതേപോലെയൊക്കെ മറ്റു കുട്ടികളെയും പഠിപ്പിക്കാൻ.